കൊല്ലം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ കനത്ത പോരാട്ടമാകും എൻ.ഡി.എ കാഴ്ചവെക്കുന്നത്. ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കുന്നത്തൂർ മണ്ഡലങ്ങളിൽ മത്സരം കടുക്കും. അതേസമയം എൻ.ഡി.എയുടെ മുന്നേറ്റം ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുന്നുണ്ട്. ആദ്യഘട്ടം 4 മണ്ഡലങ്ങളിലാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിൽ ചാത്തന്നൂർ മണ്ഡലം ഏറെ പ്രതീക്ഷയേകുന്നതാണ്. BJPയുടെ മുതിർന്ന നേതാവായ BB ഗോപകുമാറാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്ന BJP ഇത്തവണ വിജയിക്കുമെന്ന സാഹചര്യമാണുള്ളത്. ഇത് UDFനെ ചുവടുമാറ്റത്തിലേക്ക് നയിച്ചു. ഫോർവേഡ് ബ്ലോക്കിന് നൽകിയ സീറ്റ് തിരികെ വാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് തീരുമാനം. അതേസമയം CPI R രാജേന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. കരുനാഗപ്പള്ളിയിൽ BJP നേതാവ് VS ജിതിൻ ദേവാണ് NDA സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഇത്തവണ കരുനാഗപ്പള്ളിയിലെ സിറ്റിംഗ് സീറ്റ് പോകുമോ എന്ന ആശങ്കയിലാണ് UDF. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെയും ഐഷ പോറ്റിയെയും നേരിടാൻ NDA മുന്നോട്ട് വച്ചത് കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ R രശ്മിയെയാണ്. കുന്നത്തൂർ മണ്ഡലത്തിൽ NDAയ്ക്കായി മത്സരിക്കുന്നത് സമര പോരാട്ടങ്ങളിലൂടെ ശ്രദ്ധേയയായ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദും. പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലൊക്കെയും വലിയ ആത്മവിശ്വാസമാണ് NDA നേതൃത്വത്തിനുള്ളത്. അതിനാൽ ശക്തമായ പോരാട്ടമാകും ഇത്തവണ കൊല്ലത്ത് നടക്കുക. ഇടതുകോട്ടകളൊക്കെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ തകർന്നിരുന്നു. ഇത് LDFന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്നതിൽ മാറ്റമില്ല. ജനം, കൊല്ലം.